ദിവ്യകാരുണ്യ പ്രദക്ഷിണം. ദേവാലയത്തിനകത്ത് പ്രത്യേകമായി അലങ്കരിച്ചൊരുക്കിയ അൾത്താരയിലേക്കുള്ള ദിവ്യകാരുണ്യ പ്രദക്ഷിണമാണ് ഇപ്പോൾ. തനിക്ക് തൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകുവാനുള്ള സമയമായി എന്നതിനാൽ ഇനി തൻ്റെ ശിഷ്യന്മാരോടൊത്ത് ദൃശ്യമായി വസിക്കുവാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കി അവിടുന്ന് സ്ഥാപിച്ച സ്നേഹത്തിൻ്റെ കൂദാശയാണ് ദിവ്യകാരുണ്യം. മനുഷ്യരോടൊപ്പം കൂട്ടുകൂടാനും കൂടെ വസിക്കാനും കൂടാരമടിക്കാനും അതിയായി അഭിലഷിക്കുന്ന ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലിരുന്നു കൊണ്ട് പിതാവിനോട് പ്രാർത്ഥിക്കുവാൻ ഈ ധന്യ നിമിഷങ്ങളിൽ അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് തുടർന്നുള്ള മണിക്കൂറുകൾ ഏറെ അനുഗ്രഹപൂർണമാക്കി മാറ്റുവാൻ നമുക്ക് ശ്രമിക്കാം. ദിവ്യകാരുണ്യ പ്രദക്ഷിണക്രമം ഇപ്രകാരമാണ്: ഏറ്റവും മുമ്പിൽ കുരിശുവാഹകൻ, പിന്നാലെ ധൂപവാഹകർ, അനന്തരം കത്തിച്ച തിരികളുമായി 2 ദീപവാഹകർ, അവരുടെ മധ്യേ ദിവ്യകാരുണ്യം വഹിച്ചുകൊണ്ട് പുരോഹിതൻ. അലങ്കരിച്ച വേദിയിലേക്ക് പ്രദക്ഷിണം നീങ്ങുമ്പോൾ പാടുക നാവേ നിൻ എന്ന ദിവ്യകാരുണ്യ പ്രബന്ധം ആലപിക്കുന്നു. പ്രദക്ഷിണം നിർദ്ദിഷ്ട വേദിയിൽ ചെന്നു ചേർന്നപ്പോൾ പുരോഹിതൻ ദിവ്യകാരുണ്യ പാത്രം തൃപ്പേടകത്തിൽ നിക്ഷേപിച്ച് ധൂപാർപ്പണം ചെയ്യുന്നു. തത്സമയം ഭക്തിയ വണങ്ങുക എന്ന ഗാനം ആലപിക്കുന്നു. ഇപ്പോൾ സാധിക്കുന്ന എല്ലാവർക്കും മുട്ടുകുത്തി നിന്നുകൊണ്ട് ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനായി ഒരുങ്ങാം.